ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാറാസ് ഐഡിയാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരി എംബ്രോയ്ഡറി സ്റ്റാൻഡ് എങ്ങനെ സെറ്റ് ചെയ്യും, അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഫ്രെയിമിൽ എങ്ങനെ ക്ലോത്ത് ഫിക്സ് ചെയ്യുമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 18 ഇഞ്ചിൻ്റെ ഒരു എംബ്രോയ്ഡറി സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒന്നാണ്. അന്ന് വാങ്ങിക്കുന്ന ടൈമിൽ ഇതിനൊരു 500 സംതിങ് എത്രയോ രൂപയായിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ സെയിം അളവിൽ തന്നെ ഒരു എംബ്രോയ്ഡറി ഫ്രെയിമും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന് ഇതുപോലെ 4 ഹോൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്ക്രൂ ഉണ്ടാവും. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ സ്ക്രൂ ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു കാലെടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് സ്പാനർ വെച്ചിട്ടും ടൈറ്റ് ചെയ്യാം. ഈ സ്റ്റാൻഡ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം തന്നെ നമുക്ക് എംബ്രോയ്ഡറി ഫ്രെയിം മാത്രം വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകും, അതുപോലെ തന്നെ കണ്ണിന് നല്ല സ്ട്രെയിനൊക്കെ വരും. അപ്പോൾ ഇതാകുമ്പോൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ വർക്ക് ഈസി ആകാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ ലൂസ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ഫ്രെയിമിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സ്പാനർ ഇട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റാൻഡ് വെക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇത് ആടിത്തുടങ്ങും. അങ്ങനെ ആടാതിരിക്കാൻ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത നെക്സ്റ്റ് നമ്മളിനി എംബ്രോയ്ഡറി ഫ്രെയിമിൽ എങ്ങനെ ക്ലോത്ത് ഫിക്സ് ചെയ്യുമെന്ന് നോക്കാം. ഇതാണ് എൻ്റെ എംബ്രോയ്ഡറി ഫ്രെയിം. ഇത് 18 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്രെയിം ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ക്ലോത്ത് എടുത്ത് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് കട്ടിയുള്ളത് കൊണ്ടാണ് താന്നു പോകുന്നത്. അല്ലെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നിൽക്കും. എന്നിട്ട് ഈ ഒരു ഭാഗം, ഈ സ്ക്രൂ ഉള്ള ഭാഗം മുകളിൽ വരണം. അതിങ്ങനെ നമ്മൾ മുകളിൽ വച്ച് ടൈറ്റാക്കി കൊടുക്കണം. കുറച്ച് നന്നായിട്ട് തന്നെ ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ രണ്ട് കൈയും യൂസ് ചെയ്ത് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. വലിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വേറെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ക്ലോത്ത് പിടിച്ച് ഒരൊറ്റ വലിക്കല്. വലിച്ചു കഴിഞ്ഞാൽ ക്ലോത്ത് ഡാമേജ് ആകും. അതുപോലെ തന്നെ ഈ ഫ്രെയിം ഉൾപ്പെടെ ഇങ്ങ് പൊങ്ങിപ്പോരും. അതുകൊണ്ട് ഇതുപോലെ രണ്ട് കൈയും വെച്ച് പതുക്കെ വലിച്ചു കൊടുക്കാം. എല്ലാ വശവും വലിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ സൈഡ് ഇങ്ങനെ താന്നു വരും. അപ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ, ഇപ്പോൾ ബീഡ് വർക്കൊക്കെ ചെയ്യുന്നെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കും. അതുമല്ല നമുക്ക് വർക്ക് ചെയ്യാനൊരു സ്മൂത്ത്നെസ് കിട്ടത്തില്ല. അതിനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് ടൈം എടുത്ത് തന്നെ നിങ്ങളിത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത്
ആരി സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ എടുത്ത് അതിൻ്റെ ആ കമ്പിക്ക് പുറത്തുകൂടി ഇതുപോലെ ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് വർക്ക് ചെയ്യാം. ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.